ഡോക്ടർ, ആൽഫി അവനിപ്പോൾ എങ്ങനെയുണ്ട്? അവൻ ഓക്കെ അല്ലേ ഡോക്ടർ? അതൊക്കെ പറയാം. അതിനു മുമ്പ് ആൽഫിയായിട്ടുള്ള റിലേഷൻ എന്താ? ഐ മീൻ ആൽഫിയുടെ ആരായിട്ട് വരും? ഞാൻ ആൽഫിയുടെ ഹസ്ബൻഡാണ്, ഏതൻ. അവൻ ഓക്കെ അല്ലേ? അവന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഹേ, കാം ഡൗൺ. ഓക്കെ മിസ്റ്റർ ഏതൻ, ഞാൻ പറയാൻ കാര്യം എന്താണെന്ന്. പേടിക്കാനൊന്നുമില്ല, ആൽഫി ഇപ്പോൾ ഓക്കെയാണ്. ലുക്ക് മിസ്റ്റർ ഏതൻ, നൗ ഹിസ് ബോഡി ഈസ് വെരി വീക്ക്. ആൾ പ്രോപ്പറായി ഫുഡൊന്നും കഴിക്കാറില്ല എന്ന് തോന്നുന്നു. എന്താടോ താനിതൊന്നും ശ്രദ്ധിക്കാറില്ലേ? ഇപ്പം ആൾക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ആ ബോഡി വീക്കായ കാരണമാണ് ആൾ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയത്. പക്ഷേ ഇതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് വളരെ വലിയ പ്രശ്നമാണ്. അറിയാലോ, ഞാൻ പറയേണ്ട ആവശ്യതയില്ല. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുക. ആൾ കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഇപ്പോൾ ട്രിപ്പ് ഇട്ടിട്ടുണ്ട്, ഇന്ന് തന്നെ കൊണ്ടുപോകാം വീട്ടിലേക്ക്. കുറച്ച് കഴിയുമ്പോൾ ആൾ കണ്ണുറക്കും. താൻ കയറി കണ്ടോ? ഓക്കെ, താങ്ക് യു ഡോക്ടർ. അവനെ ഞാൻ നോക്കിക്കൊണ്ട്. ഇനി ഇങ്ങനെയൊന്നും ഉണ്ടാവില്ല. അവൻ കറക്റ്റ് ടൈമിന് ഇനി ഫുഡെല്ലാം കഴിച്ചോളും. താങ്ക് യു സോ മച്ച് ഡോക്ടർ. ആൽഫി, എന്താണ് നീ ഇങ്ങനെ കിടക്കുന്നത്? ഒരു നിമിഷം പോലും സംസാരിക്കാതിരിക്കാറില്ലല്ലോ. സഹിക്കുന്നില്ലടാ. ആൽഫി, മിസ്റ്റർ ഹസ്ബൻഡ്, ഞാൻ മരിച്ചില്ലല്ലേ? സോറി. ഇതോടെ എന്നെ കൊണ്ടുള്ള ശല്യം തീർന്നു എന്ന് വിചാരിച്ച് കാണും. നടന്നില്ലല്ലേ? സാറില്ല, പ്രാർത്ഥിക്ക്, നടക്കാതിരിക്കില്ല. ഇനി ഒരിക്കലും നീ ഇങ്ങനെയൊന്നും പറയരുത്. എനിക്ക് വേണോടാ നിന്നെ. ഞാൻ ചെയ്ത എല്ലാത്തിനും സോറി. എല്ലാം ആ ഒരു ദേഷ്യത്തിൽ. അല്ലാതെ എനിക്ക് എൻ്റെ ലൈഫിലോ എൻ്റെ കൂടെ നീ വേണം. ഉണ്ടാവില്ലടാ. എന്താ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ? ബിക്കോസ് ഐ ലവ് യു സോ മച്ച്. നീ ഇല്ലാത്തൊരു ജീവിതത്തെ പറ്റി ഇനി എനിക്ക് ചിന്തിക്കാൻ കൂടി സാധിക്കില്ല. സിയ, അവളുടെ സ്ഥാനത്ത് ഇനി ഒരാളെൻ്റെ ജീവിതത്തിലേക്ക് സ്വീകരിക്കാൻ പറ്റുമെന്ന് ഒരിക്കലും ഞാൻ വിചാരിച്ചതല്ല. പക്ഷെ ഞാൻ പോലും അറിയാതെ നീ എങ്ങനെ എൻ്റെ ഉള്ളിൽ കയറിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. പക്ഷെ ഇപ്പോൾ ഒന്ന് മാത്രം അറിയാം, ഇന്ന് ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എൻ്റെ ജീവനേക്കാളേറെ എൻ്റെ ജീവനാടാ നീ. ഇപ്പോൾ എങ്ങനെയാ എന്താ ഒന്നും അറിയില്ല. സത്യ,
ആദ്യമൊക്കെ നിന്നോട് എനിക്ക് വെറുപ്പായിരുന്നു. എനിക്കറിയായിരുന്നു നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന്. എങ്കിൽ പോലും നടന്നതെല്ലാം എനിക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഇതാ നിന്നോട് ഞാൻ തീർത്തത്. എൻ്റെ കൂടെ നീ വേണം ലൈഫ് ലോങ്. ഉണ്ടാവില്ലടാ. ഐ ലവ് യു സോ മച്ച്. ലവ് യു ടു മിസ്റ്റർ ബണ്ണി. അതേടോ പൊട്ട, എനിക്ക് തന്നെ ഒരുപാട് ഇഷ്ടം. പക്ഷെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്നോട് മിണ്ടിയില്ലെങ്കിലോ, എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് ഇറക്കി വിട്ടാലോ പേടിച്ചിട്ടാ ഒന്നും പറയാണ്ടിരുന്നത്. ഇപ്പോഴുള്ള ഈ ഒരു പോലില്ലെങ്കിൽ എനിക്കറിയില്ല താനില്ലാതെ ഞാൻ എങ്ങനെ. അതുകൊണ്ടാ എല്ലാം ഉള്ളിലൊതുക്കി. അതിനോ അറിയാടാ, നീ പറഞ്ഞില്ലെങ്കിലും നിനക്ക് എന്നെ എന്തോരിഷ്ടമാണെന്ന്. എങ്ങനെയാ അന്ന് ജയുടെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയ അന്ന് രാത്രി കുടിച്ചൊരു വെളിവില്ലാതെ ഉള്ളിലുള്ളതെല്ലാം നീ എന്നോട് വിളിച്ച് പറഞ്ഞായിരുന്നു. ആയിഷ്, എന്നിട്ടാണോ ഇതുവരെ എല്ലാം ഉള്ളിൽ വെച്ച് നടന്നത്? കുറച്ചുകൂടെ നേരത്തെല്ലാം പറയായിരുന്നില്ലേ? അല്ലെങ്കിലും ഇന്ന് നിൻ്റെ അടുത്തെല്ലാം പറയാൻ വേണ്ടി തന്നെ ഞാൻ വന്നത്. പക്ഷെ അതിങ്ങനെ ഒരു സിറ്റുവേഷനിലാവുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. പഴയതെല്ലാം നമുക്ക് മറക്കാം. നമ്മൾ രണ്ടാളും മാത്രമുള്ള നമ്മുടേതായ ലോകം, നമുക്ക് പുതിയൊരു തുടക്കം. എല്ലാം മറന്നുകൊണ്ട് ഇനി എൻ്റെ ജീവിതത്തിൽ ഒരാളും കാണില്ല നീയല്ലാതെ. ഇനി ആരുടെയും ഒന്നിൻ്റെയും പേര് പറഞ്ഞ് നിന്നെ ഞാൻ വേദനിപ്പിക്കില്ല. എൻ്റെ ലോകം ഇനി നീയാ. കാണില്ലടാ എൻ്റെ കൂടെ ലൈഫ് ലോങ്. പാതി വഴിക്ക് ഇട്ടിട്ട് പോയില്ലല്ലോ. എൻ്റെ അവസാന ശ്വാസം വരെ ഞാനുണ്ടാവും. ഇനി തൊട്ട് ഹെൽത്തൊക്കെ നല്ലോണം നോക്കിക്കോണം. കറക്റ്റ് ടൈമിന് ഫുഡ് കഴിക്കണം. നിൻ്റെ ജീവിതം ഇനി എനിക്കും കൂടി ഉള്ളതാ, അത് നീ മറക്കണ്ട. ഓ, ഉത്തരവ് പോലെ എല്ലാം ഞാൻ നോക്കിക്കൊണ്ട്. ഇതെങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്? അതിതുവരെ പറഞ്ഞില്ലല്ലോ. അതൊക്കെ സർപ്രൈസാണ്. പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ത്രില്ല് പോകത്തില്ലേടാ. അവിടെ എത്തിക്കഴിയും പറയാം. ആൽഫി, നിനക്ക് ഇവിടെ ഇഷ്ടമായ? പിന്നെ ഇങ്ങനത്തെ ഒരു പ്ലേസ് ആർക്കെങ്കിലും ഇഷ്ടപ്പെടാതിരിക്കും? എന്തൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഫസ്റ്റ് ടൈമാണ് ഇങ്ങനൊരു സ്ഥലത്തേക്ക് ഞാൻ. ഇതെൻ്റെ മാത്രം ലോക. ഇതുവരെ ഈ ലോകത്തേക്ക് ഒരാളെ ഞാൻ കയറ്റിയിട്ടില്ല. ആദ്യമായ നീ. ഇനി കുറച്ച് ദിവസം നമ്മളിവിടെയാണ്. ഒരാളുടെ ചെല്ലില്ലാതെ നമ്മൾ രണ്ടാളും മാത്രം. ഒരുപാട് ഞാൻ വേദനിപ്പിച്ചിട്ടുണ്ട് അല്ലേടാ? എന്താ വണ്ണിത്, സന്തോഷിക്കേണ്ട സമയത്ത് സെൻറ്റി അടിച്ച് കളിക്കുന്നു. പിന്നെ കഴിഞ്ഞതെല്ലാം കഴിഞ്ഞു. എനിക്കറിയായിരുന്നു അന്നത്തെ സിറ്റുവേഷൻ. പിന്നെന്താ, അതൊക്കെ മറന്നേക്ക്. അതെ, മറക്കുക. കഴിഞ്ഞതെല്ലാം മറക്കുക. ഇനിയൊരു പുതിയ ജീവിതം നിൻ്റെ കൂടെ. ഇപ്പോൾ എൻ്റേത് മാത്രമായ ഒരു കുഞ്ഞു ലോകമുണ്ട് എനിക്ക്. ആ ലോകത്ത് നീയും ഞാനും മാത്രം. അത് മതി. ഇനി ആ ലോകത്ത് ഞാൻ ജീവിക്കും.
മോനെ ആൽഫി, നീ എന്താ ആലോചിച്ചാടാ ഇങ്ങനെ ഇരുന്ന് ചിരിക്കുന്നേ? അത് പിന്നെയുണ്ടല്ലോ, അത് പിന്നെന്താ? അന്ന് എന്നെ കിസ് ചെയ്തോന്ന് ഞാൻ പറഞ്ഞില്ലേ ഉറക്കത്തില്ല? ആക്ച്വലി അത് ഞാനായിരുന്നു കിസ് ചെയ്തത്, എന്നെ അല്ലായിരുന്നു. ഓഹോ, കൊള്ളാലോടാ നീ. എന്നിട്ട് നീ അന്ന് എന്തൊക്കെയാ കാണിച്ചു കൂട്ടിയത്? എനിക്ക് അപ്പോഴേ തോന്നിയതായിരുന്നു. പിന്നെ ഞാൻ വെറുതെ വിട്ടതാ. ഞാനൊന്നല്ലേ തന്നുള്ളൂ, അതുപോലെ ഒന്ന് എനിക്ക് തന്നിട്ടുണ്ടായില്ലേ? പിന്നെ പ്രശ്നമില്ലല്ലോ. നീ ഒന്നല്ല തന്നത്, 2 മോനെ. 2? ഇല്ല, ഒന്നുള്ളൂ, 1. ഇതോ കള്ളം പറയാൻ നോക്കരുത് കേട്ടോ. എടാ ഉള്ളതാടാ, 1അല്ല 2. രണ്ടാമത് നീ തന്നത് അന്ന് ജയുടെ ബർത്ത്ഡേ പാർട്ടി കഴിഞ്ഞ് നമ്മൾ ബീച്ചിൽ പോയില്ലേ, അവിടെ വെച്ച്. പക്ഷെ അതൊന്നൊന്നര തരലായിരുന്നു. കർത്താവേ, അന്ന് ഞാൻ വേറെ എന്തെങ്കിലും കാണിച്ചു കൂട്ടിയായിരുന്നു? ഇനിയും പറയാത്ത എന്തെങ്കിലും? ഇല്ല. അല്ല, അപ്പം ഞാനൊന്നല്ലേ തന്നുള്ളൂ, നീ 2. അപ്പോൾ ഒരുപോലെ ആവണമെങ്കിൽ ഞാൻ 1 കൂടി തരണ്ടേ? ബണ്ണി ഡോണ്ടു. I love you, Alfie. I love you so much. Love you more, Bunny. Oh, beautiful. എന്നാൽ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ അടിപൊളിയായിരുന്നു. അതുകൊണ്ട് എനിക്കിപ്പം നടക്കാൻ പോലും വയ്യ അവസ്ഥ. ഇനി ഇതൊക്കെ ശീലാക്കിയല്ലേ പറ്റുള്ളൂ. ഇനി എന്തോരം നാളും നടക്കാണ്ടിരിക്കാനുള്ളതാ ഭാവിയിൽ. അയ്യടാ, എന്താ പൂതി. ഇപ്പം നടക്കും, കാത്തിരുന്നോ. സത്യം പറഞ്ഞാൽ ഇതിനൊന്നും ഉത്തരവാദി ഞാനല്ലല്ലോ, എല്ലാം തുടങ്ങി വെച്ചത് നീയല്ലേ. കണ്ടറിയാം ഇനിയും എങ്ങനെയായിരിക്കും എന്നുള്ളത്. പോടാ മരമാക്രി. എനിക്ക് നടക്കാൻ വയ്യ. അയ്യോ, എനിക്കന്ന് കുളിക്കാൻ പോലും പോകാൻ പറ്റാത്ത അവസ്ഥയായി. അതാണോ കാര്യം? ഇത് ഇത്രക്കുള്ള കാര്യമല്ലേ ഉള്ളൂ. വായോ, കമോൺ, ഏട്ടായി കുളിപ്പിക്കാലോ. എടോ ബണ്ണി, വേണ്ട കേട്ടോ, ചുമ്മാ കളിക്കാൻ നിൽക്കരുത്. ഇനി ഒന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. മര്യാദയ്ക്ക് ഇങ്ങ് വരാൻ നോക്ക്. ബണ്ണി, ഞാൻ പറയുന്ന കേക്ക്, ഞാൻ പറയട്ടെ. നീ ഒന്നും മിണ്ടണ്ട, ഞാൻ പറയുന്നത് കേട്ടാൽ മതി. നിൻ്റെ ഈ അവസ്ഥയിൽ നിനക്ക് ഒറ്റയ്ക്ക് പോയി കുളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ കുളിപ്പിച്ചുതരാം. കുളി കഴിഞ്ഞിട്ട് വേണം ഫുഡ് കഴിക്കാനായിട്ട്. കമോൺ. എന്തു പറ്റി വൈഫി? എന്താ നിങ്ങനെ വിഷാദിച്ചിരിക്കുന്നേ? അയ്യോ, ഇതിനെ കൊണ്ട് എത്ര തവണ ഞാൻ പറയണം,
ഞാൻ പെൺകുട്ടിയല്ല ആൺകുട്ടിയാണ്, അപ്പം ഞാൻ ഒരിക്കലും ഭാര്യ ആവില്ല, മനസ്സിലാക്കണം. അതിലൊന്നും ഒരു കാര്യമില്ലടാ. എൻ്റെ ഭാര്യയും ഭർത്താവും എല്ലാം നീ തന്നെയാണ്. അപ്പം എനിക്കിഷ്ടമുള്ളത് നിന്നെ ഞാൻ വിളിക്കും. അത് വിട്. അല്ല, നിനക്ക് എന്താ പറ്റിയേ? നീ എന്തെങ്ങനെ വിഷാദിച്ചിരിക്കുന്നേ? എന്തോ ഭയങ്കരമായിട്ട് ആലോചിക്കുന്ന ഫീലാണല്ലോ എനിക്ക് തോന്നിയത്. എന്താ കാര്യം? അങ്ങനെയൊന്നുമില്ലല്ലോ, തോന്നിയതായിരിക്കും. ആൽഫി, നീ കാര്യം പറയാൻ എന്താണ്? നിന്നെന്തോ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ട്. നിൻ്റെ ഉള്ളിൽ എന്താ? അത് നീ പറയേ. അത് പിന്നെ നോക്ക് ആൽഫി, നമ്മളൊരു പുതിയ ജീവിതം ആരംഭിച്ചേക്കാണ്. പഴയ പോലെയല്ല ഒന്നും. നിനക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്. നമുക്ക് പരസ്പരം ഫുള്ളി അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. പിന്നെ ഇനി എന്താ? എല്ലാം നമ്മൾ ഷെയർ ചെയ്യണം. നീ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയ്, പേടിക്കാതെ പറ നീ. അത് പിന്നെ ബണ്ണിക്കൊരു നോർമൽ ലൈഫ് തരാൻ എന്നെക്കൊണ്ട് ഒരിക്കലും ആവില്ല. ബണ്ണിക്കും ആഗ്രഹങ്ങൾ കാണുമല്ലോ, ഒരു കംപ്ലീറ്റ് ഫാമിലി, ഐ മീൻ കുട്ടികളൊക്കെ. അതൊന്നും ഒരിക്കലും ഞാൻ കാരണം ബണ്ണിയുടെ ലൈഫ് ഇങ്ങനെ ആയല്ലേ. അതോർക്കുമ്പോൾ എനിക്ക് മാത്രമല്ലല്ലോ അങ്ങനെ ഒരു ആഗ്രഹം നിനക്കും കാണില്ലേ? എനിക്കോ? എൻ്റെ ആഗ്രഹം എന്താണെന്നറിയോ? ലൈഫ് ലോങ് എൻ്റെ ബണ്ണിയുടെ കൂടെ എനിക്ക് സന്തോഷത്തോടെ ജീവിക്കണം. ആ കൊച്ചു ലോകത്ത് കുട്ടികളൊന്നുമില്ലെങ്കിലും എനിക്ക് കുഴപ്പമില്ല. എൻ്റെ ബണ്ണി ഉണ്ടല്ലോ, എനിക്കത് മതി. പക്ഷെ ബണ്ണിയുടെ ആഗ്രഹങ്ങൾ ഞാൻ കാരണം നിൻ്റെ ഉള്ളിൽ ഇങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എനിക്ക് അപ്പോഴേ തോന്നിയായിരുന്നു. അതുതന്നെയാണ് നിൻ്റെ അടുത്ത് ഞാൻ കാര്യം എന്താണെന്ന് ചോദിച്ചത്. പിന്നെ എൻ്റെ ആഗ്രഹം, എനിക്കങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നു. ഭാര്യ, കുട്ടികൾ, നല്ലൊരു കുടുംബം, ജീവിതം എല്ലാം ഉണ്ടായിരുന്നടാ. അങ്ങനൊരു ജീവിതമൊക്കെ ആഗ്രഹിച്ചത് പണ്ടത്തെ ഇതനാടാ. ഇന്നത്തെ ഇതൻ ഒരുപാട് മാറി. അല്ല, നീ ഒരുപാട് മാറ്റിയെടുത്തു. എനിക്ക് ഇന്ന് ഒരു കുട്ടികളില്ലെങ്കിൽ അത് വലിയൊരു കുറവായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ കൂടെ നീയില്ലേ, നിന്നെ ഞാൻ സ്നേഹിച്ചത് എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലേ. പിന്നെ എന്താടാ, എൻ്റെ ഉള്ളിൽ അങ്ങനെ ഒരു തോന്നലുണ്ടാവുന്നു നിനക്ക് എങ്ങനെയാണ് തോന്നിയത്? നോക്കാൽഫി, അങ്ങനെയൊന്നും നീ ഉള്ളിൽ കൊണ്ടു നടക്കണ്ട കേട്ടോ. എനിക്കങ്ങനെ കുട്ടികളില്ല എന്ന് വിചാരിച്ചിട്ട് ഒരിതുമില്ലാടാ. നമുക്ക് രണ്ടാൾക്കും നമ്മളില്ലേ, അത് മതി. ഇനിയിപ്പോൾ അഥവാ അങ്ങനെ ഏതെങ്കിലും ഒരു കാലത്ത് കുട്ടികൾ വേണമെന്ന് തോന്നുകയാണെങ്കിൽ ഒരു കുട്ടീനെ നമുക്കങ്ങ് അഡോപ്റ്റ് ചെയ്യാടാ. അപ്പോൾ ആ കുട്ടികൾക്കൊരു ജീവിതമാവും, നമുക്ക് മക്കളും ആവും. കല്യാണം കഴിഞ്ഞിട്ടും കുട്ടികളില്ലാത്ത എത്രയോ പേരുണ്ട്. അവരൊക്കെ ആ പേരും പറഞ്ഞ് പിരിയോ അല്ലെങ്കിൽ പരസ്പരം കുറ്റപ്പെടുത്തുകയാണോ ചെയ്യുക? അല്ല, അങ്ങനെ ചെയ്യുന്നവരുണ്ടാവും, ഇല്ല എന്നല്ല. എങ്കിലും അങ്ങനെയല്ല. ഞാനെല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയല്ലടാ നിന്നെ സ്നേഹിച്ചത്. എനിക്കെല്ലാം അറിയാം. അറിഞ്ഞുകൊണ്ട് തന്നെ നിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ തീരുമാനിച്ചതും. പിന്നെ എന്താടാ, നമുക്ക് നമ്മളില്ലേ, അത് മതി. ആൽഫി, I love you. I love you so much. I love you more, Mr. Bunny. നീ എൻ്റെ ജീവനാടോ, അതൊരിക്കലും മറക്കരുത്. ഈ വക ചിന്തകളൊക്കെ ഉള്ളിൽ നിന്ന് എടുത്ത് കളഞ്ഞേക്ക്, കേട്ടല്ലോ? ആൽഫി വേഗം, ഇനിയും ലേറ്റായി കഴിഞ്ഞാൽ ചെല്ലുമ്പോഴേക്കും കല്യാണം എല്ലാം കഴിയും. നമ്മളാണ് അവിടെ ആദ്യം എത്തേണ്ടത്, എന്നിട്ടിപ്പോൾ നമ്മൾ ലാസ്റ്റ് ആവുന്ന അവസ്ഥയാണ്. ഇതോ ഞാൻ റെഡിയായി. നമുക്കെന്നാ പോവാം. വളരെ നന്നായി, കുറച്ചും കൂടി നേരത്തെ ആവായിരുന്നു. അവിടെ ചെന്ന് കഴിയുമ്പോൾ അവർ പറയുന്നതൊക്കെ അങ്ങ് കേട്ടോണം കേട്ടോ, എന്നൊന്നും പറഞ്ഞേക്കല്ല. എന്താ മോനെ ബണ്ണി ഇങ്ങനെ നോക്കുന്നത്? എന്നാലും കമാശത് കണ്ണെടുക്കാൻ തോന്നുന്നില്ലടാ.
പിന്നെ എങ്ങനെ ഇങ്ങനെ നിന്നെ ഞാൻ നോക്കാതിരിക്കുക? ഓഹോ, മിസ്റ്റർ ഹസ്ബൻഡ് എൻ്റെ അടുത്ത് ഫ്ലോട്ട് ചെയ്യാൻ നിൽക്കാതെ വായോ, ഇല്ലെങ്കിൽ നമ്മൾ ഇനിയും ലേറ്റാവും. ഇന്ന് നമ്മുടെ ഡേ അല്ല, അവരുടെ ഡേയാ. രണ്ടാളെയും കാണാൻ അടിപൊളിയായിട്ടുണ്ടല്ലേ, ലൈക്ക് മെയ്ഡ് ഫോർ ഈച്ച് അതർ, നമ്മളെ പോലെ. എന്ത് പറഞ്ഞാലും ലാസ്റ്റ് നമ്മളിൽ തന്നെ കൊണ്ടെത്തിക്കണം കേട്ടോ. ഹാപ്പി മാരീഡ് ലൈഫ് ഗൈസ്. താങ്ക്സ് ഡാ. ഹാപ്പി മാരീഡ് ലൈഫ് ബോത്ത് ഓഫ് യു. താങ്ക് യു സോ മച്ച് കുരുപ്പുകളെ. അങ്ങനെ അവസാനം നിങ്ങളും സെറ്റായി. പിന്നല്ല, ഒരാളോട് ഇഷ്ടം തോന്നാൻ അത്രയ്ക്ക് വലിയ സമയമൊന്നും വേണ്ടടാ. എനിക്ക് ആദ്യം തൊട്ടേ അവന് ഇഷ്ടമായിരുന്നു, പിന്നെ പറയാൻ കറക്റ്റ് ഒരു ടൈം കിട്ടിയില്ല. എന്നിട്ട് ആദ്യം ആരെ പ്രപ്പോസ് ചെയ്തത്? ചോദിക്കാൻ എന്തിരിക്കണ്, ഞാനാണ് ആദ്യം കയറി പ്രപ്പോസ് ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ആ ഉള്ളിൽ എന്താണെന്നുള്ളത് എന്നോട് മൊഴിഞ്ഞത്. അത് ശരി, അല്ല ഞങ്ങളുടെ കാര്യം പറയുമ്പോൾ നിനക്ക് എന്നോട് പറയാൻ 100 നാവായിരുന്നു, സ്വന്തം കാര്യം വന്നപ്പോൾ നീ ഫസ്റ്റ് പറഞ്ഞില്ല. അത് പിന്നെ ചെറിയൊരു പേടി, റിജക്റ്റ് ചെയ്താലൊന്ന്. ഇപ്പം എന്താണെങ്കിൽ എല്ലാം സെറ്റായി. ആൽഫി, നിങ്ങളും സെറ്റല്ലേ? എല്ലാം ഓക്കെ ആയില്ലേ നിങ്ങൾക്കിടയിലും? പിന്നെ അല്ല, ഞങ്ങൾക്കിടയിൽ എല്ലാം ഓക്കെയാണ് അല്ല ആൽഫി? ഞങ്ങളിപ്പോൾ 2 ശരീരമാണെങ്കിലും ഒരാത്മാവാ അല്ലടാ. ഓ, ഇങ്ങനെ കൊണ്ട് ഒരു നാണും മാനുമല്ല. ഒന്ന് വായടച്ചിരിക്കും. ഓ, ഇതിൽ നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ എന്നെ കെട്ടിയോനാ, പിന്നെന്താ? രണ്ടാളും എന്നും ഇങ്ങനെ സന്തോഷത്തോടെ ഇരിക്കണം. നിങ്ങളിങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന നിങ്ങളെ കൂട്ടി യോജിപ്പിച്ചവരുടെ വിശ്വാസം അത് തെറ്റിക്കരുത്. ഐ മീൻ നിങ്ങളുടെ പാരൻസിൻ്റെ. രണ്ടാളുടെയും പുതിയ ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുന്നു. രണ്ടാളും എന്നും സന്തോഷത്തോടെ ഇരിക്കണം, കേട്ടല്ലോ? അങ്കിളെ, കുരുപ്പേ, എൻ്റെ ആരോൺമാരെ പൊന്നു പോലെ നോക്കിക്കോണം, ഇല്ലെങ്കിൽ നീ എൻ്റെ ഇത് വാങ്ങിക്കും. എൻ്റെ അമ്മ പറഞ്ഞ പിന്നെ ഞാൻ കേൾക്കാതിരിക്കുമോ? ഞാൻ പൊന്നു പോലെ നോക്കിക്കൊണ്ട്. അപ്പോൾ ഇപ്പം എല്ലാവർക്കും അവനെ മതി, എന്നാർക്കും വേണ്ടല്ലേ? അങ്ങനെയല്ല, നീ ഞങ്ങളുടെ മോനല്ലേ, അപ്പോൾ അവനെ നോക്കാനല്ലേ ഞങ്ങൾക്ക് നിൻ്റെ അടുത്ത് പറയാൻ പറ്റത്തുള്ളൂ. പിന്നെ ഒരു കാര്യം കൂടി, ഇന്നെല്ലാവർക്കും കൂടി രാത്രി നമ്മുടെ അവിടെ കൂടാം, ഓക്കെ? അതിനെന്താങ്ങളെ, ഡബിൾ ഓക്കെ, എല്ലാവരും കാണും. കല്യാണം കഴിഞ്ഞിട്ട് 1 വർഷമൊക്കെ കഴിയാനാണ് പോകുന്നത്. എന്നിട്ട് രണ്ടാളുടെയും സംസാരമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്നലെ കല്യാണം കഴിഞ്ഞ പോലെയാണ്. ഈ ഒരു കാര്യത്തിൽ ഞാൻ എൻ്റെ കെട്ടിയവരോട് യോജിക്കുന്നു. 1 വർഷമല്ല, ഇനി എത്ര വർഷം കഴിഞ്ഞാലും ഞങ്ങളുടെ സ്നേഹത്തിനൊരു കുറവും കാണത്തില്ല, അല്ലയോടാ? അതേലോ, എത്ര നാൾ കഴിഞ്ഞാലും എൻ്റെ ബണ്ണീനെ സ്നേഹിച്ചും എൻ്റെ ബണ്ണിയുടെ കൂടെ ജീവിച്ചും എനിക്ക് കൊതി മാറില്ല. രണ്ടാളും എന്നിങ്ങനെ ഹാപ്പി ആയിട്ട് ജീവിക്കണം, കേട്ടല്ലോ? ഓ, ഉത്തരവ് പോലെ. അതുപോലെ തന്നെ നിങ്ങളും എന്നിങ്ങനെ സന്തോഷത്തോടെ ഒന്നിച്ചുണ്ടാവണം. എല്ലാവരും കൂടി ഇങ്ങനെ ഒത്തുകൂടിയതാണെങ്കിലും നന്നായി. അങ്ങളെ, എന്താണെങ്കിലും നമ്മളെടുത്ത തീരുമാനം തെറ്റായിട്ടില്ല. അങ്ങോട്ട് നോക്ക്, രണ്ടും എത്ര ഹാപ്പിയാണെന്ന്. അതെ, അത് മോൻ പറഞ്ഞത് ശരിയാ. അന്ന് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ ഞങ്ങളെ സഹായിച്ചത് മോനാ. ഒരുപാട് നന്ദിയുണ്ട്. എൻ്റെ മോൻ ഇങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കുന്ന കാണാൻ ഞങ്ങൾക്കായല്ലോ. എന്താ ഇത്? അവനെൻ്റെ ബ്രദറല്ലേ, അവൻ സന്തോഷത്തോടെ ഇരിക്കണമെന്നല്ലേ എൻ്റെയോ ആഗ്രഹം. അന്നെന്തോ അങ്ങനെ പറയാൻ തോന്നി. ഇപ്പോൾ അതാലോചിക്കുമ്പോൾ എനിക്കൊരുപാട് സന്തോഷമുണ്ട്. മോനെന്ന അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ എല്ലാത്തിനും സമ്മതമൂളിൽ കൂടെ നിന്നെങ്കിലും
എൻ്റെ മനസ്സിലും ഒരു ചോദ്യം ഉണ്ടായിരുന്നു, അവർ സന്തോഷത്തോടെ ജീവിക്കും, ഈ എടുക്കുന്ന തീരുമാനം തെറ്റാവോ എന്നുള്ളത്. ഇപ്പോൾ എൻ്റെ എല്ലാ പേടിയും വിഷമവും ഒക്കെ മാറി. എൻ്റെ മക്കൾ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. അതെ, ഞാനൊന്ന് ഇതിനെ എതിർത്തതാ, പക്ഷെ അതായിരുന്നു നല്ലത്. ഒന്ന് സത്യ, എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ ആഗ്രഹിക്കുന്നതല്ല നടക്കുക, ദൈവം തീരുമാനിക്കുന്നതാ. ദൈവം കൂട്ടി യോജിപ്പിക്കാൻ തീരുമാനിച്ചത് അവരെയായിരുന്നു. അതിനുവേണ്ടി അങ്ങനെയൊക്കെ സംഭവിച്ചത്. ഇപ്പം അങ്ങനെ വിശ്വസിക്കാൻ എനിക്കിഷ്ടം. അതെ ആൻറ്റി, ഇനി നമുക്ക് അങ്ങനെ വിശ്വസിക്കാം. ഹൗ ഡെയർ യു! തന്നെ സഹിക്കുന്ന എനിക്ക് ഓസ്കാർ തരണോ, ഓസ്കാർ. സീരിയസ്ലി മിസ്റ്റർ ബേബി ചിക്ക്, ഞാനല്ല അത് പറയേണ്ടത്, എനിക്കാണ് ശരിക്കും ഓസ്കാർ തരേണ്ടത്. ഞാൻ ആദ്യം വിചാരിച്ചു എന്തൊരു പാവാന്ന്. സീരിയസ്ലി ഞാനിപ്പോൾ ആലോചിക്കുന്നുണ്ട്, നിന്നെയാണോ ഞാൻ പാവെന്ന് വിചാരിച്ചത്? ഓ നോ വേ. താ റൂമിലോട്ട് വാടോ കാട്ടുമുയിലെ, തനിക്കാണോ ഞാൻ തരുന്നുണ്ട്. ഓ പാവളെന്ന് കൊതിപ്പിക്കാതെ. അല്ല, നീ സീരിയസ്ലി പറഞ്ഞാണോ? തരുമോ? അയ്യടാ, എന്താ ആഗ്രഹം? ഓ ഇന്ന് റൂമിൽ നിന്ന് ഗെറ്റ് ഔട്ടാ. ആര് പറഞ്ഞതൊക്കെ? നോവേ, ഞാൻ പോകത്തില്ല. എനിക്ക് നിന്നെ കെട്ടിപ്പിടിക്കാതെ ഉറക്കാൻ വരത്തില്ല എന്ന് നിനക്കറിയാവുന്ന കാര്യമല്ലേ. ഓ വലിയ കാര്യമായി പോയി. ആടാ, എനിക്കിതൊക്കെ വലിയ കാര്യങ്ങൾ തന്നെയാണ്. അല്ലെങ്കിൽ നിനക്ക് എന്നോട് എപ്പോഴും സ്നേഹം കൂടാ, വല്ല ഇടിവെട്ടും മഴയും വരുമ്പോൾ, അല്ലെങ്കിൽ വല്ല സ്പൈഡറിനെയും കോക്രോച്ചിനെയൊക്കെ കാണുമ്പോൾ. അല്ലാത്തപ്പോൾ നിനക്ക് എന്നെ ഒരു വാല്യൂ ഇല്ല. ആണോ? എന്നാൽ മാത്സ് ആയിപ്പോയി. അത് വേണ്ട, കുറച്ചും കൂടി നല്ലത് ബയോളജി ആയിരിക്കും. പൊളിക്കും. ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല, വായോ. എടോ പപ്പ അമ്മയൊക്കെ ഉണ്ട്, താഴെ ഇറക്കണം തന്നെ. അതിനെന്താടാ, നമ്മുടെ കല്യാണം കഴിഞ്ഞതാ, ഞാൻ നിൻ്റെ കെട്ടിയോനാണ്. ഹേ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ ഉറങ്ങാൻ പോവാണേ, ഞങ്ങൾക്ക് കിടക്കാനുള്ള ടൈമായി. പിന്നെ നിങ്ങളോട് ഞാൻ പറയാൻ മറന്നൊരു കാര്യമുണ്ട്. എല്ലാവർക്കും എൻ്റെ വാക്ക് 1000 നന്ദി. ഈ ബേബി ചിക്കനെ എനിക്ക് തന്നെ തന്നേന്. എന്നാൽ ശരി, ഞങ്ങൾ പോട്ടെ. എൻ്റെ മക്കളിങ്ങനെ കാണുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ദൈവം എന്നും ഇവർ രണ്ടാളെ ഇങ്ങനെ ഒരുമിച്ച് ഹാപ്പിയാക്കി വെച്ചാൽ മതി. എനിക്ക് ഉറപ്പുണ്ടെങ്കിലേ അവർ രണ്ടാളും എന്ത് സന്തോഷത്തോടെ ഇങ്ങനെ തന്നെ കാണും. മോൻ പറഞ്ഞ പോലെ തന്നെ എല്ലാം നടക്കട്ടെ, അവരെന്നും ഹാപ്പി ആയിരിക്കട്ടെ. എന്നാ വായോ, സമയം ഒരുപാടായി, നമുക്കും കിടക്കാം. വേണ്ട കേട്ടോ, വേണ്ട മിസ്റ്റർ ഉമ്മച്ചൻ, വേണ്ട. ബണ്ണി, നിന്നൊന്നും ഞാൻ അങ്ങനെ വെറുതെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. ശരിക്ക് തരാടാ തന്നെ ഞാൻ. വെയിറ്റ്, ഇന്ന് ബയോളജി ക്ലാസ് ഞാൻ എടുക്കാം. എനിക്കും ക്ലാസ് നന്നായിട്ട് എടുക്കാൻ അറിയാന്നേ. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്നാ പണി അങ്ങനെ ഒരു പറച്ചില്ല? എടാ, അതുണ്ടല്ലോ, ഇതിനെ പറ്റിയൊക്കെ ഈ ചെറിയ കുട്ടികൾ ക്ലാസ് എടുത്താൽ അത് ശരിയാവത്തില്ലടാ, അതാ. എടോ തന്നെ ഉണ്ടല്ലോ ഞാൻ. ഒന്നുമില്ല കേട്ടോ വാവേ, എൻ്റെ ഭാവയ്ക്ക് ഒന്നുമില്ല. വായോ, നമുക്ക് ചാച്ച, നമുക്കിന്ന് ക്ലാസ് ഒന്നും വേണ്ട. ഓയ് ബേബി ചിക്ക്, ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ എൻ്റെ ലൈഫിലേക്ക് വന്നേന്, എന്നെങ്ങനെ സഹിക്കുന്നേന്. എന്താണെങ്കിലും സഹിക്കുന്നില്ല എന്നൊന്നും ഞാൻ പറയില്ല, പക്ഷേ എൻ്റെ പണീനെ എനിക്ക് സഹിക്കാൻ ഒരുപാട് ഇഷ്ടം, അതുകൊണ്ട് കുഴപ്പമില്ല. കാണില്ലടാ, നീ എൻ്റെ കൂടെ ലൈഫ് ലോങ്, എൻ്റെ അവസാന ശ്വാസം വരെ ഞാൻ കാണും. ഒരിക്കലും തനിച്ചാക്കില്ല. അത് മതി എനിക്ക്, അത് മാത്രം മതി. Love you so much, Alfie. I love you more, Bunny. എൻ്റെ പൊന്നുമോനെ ആൽഫി, ഇവിടെ എല്ലാവർക്കും വർഷങ്ങൾ കഴിയും തോറും വയസ്സായിക്കൊണ്ടിരിക്കുക. നിനക്ക് വർഷം കഴിയും തോറും നീ ചെറുപ്പാവുകയാണല്ലോടാ. എന്നാലും കാടാ, എന്ത് ചെയ്യാനാ, അതൊക്കെ കഴിവാണ് കുട്ടാ, കഴിവ്. അറിയാടാ, ഇതിൻ്റെ കഴിവല്ലേ.
എൻ്റെ പൊന്നു മോനെ റോണേ, നിനക്കൊന്ന് വായടച്ചൂടെ? നിനക്ക് ഏത് നേരത്തെ പറയാനുള്ളൂ? നീ അങ്ങേരെ പൊക്കി പിടിക്കാണ്ട് എൻ്റെ അളിയനെ പൊക്കി പിടിക്കാൻ നോക്കടാ. ഓ, അങ്ങേരെ ഞാൻ എപ്പോഴും പൊക്കി പിടിച്ചോണ്ട് ഞാൻ നടക്കുന്നത്. ആ ആൽഫി, നീ വന്നോ? അല്ല, ഏതിനെവിടെ? അത് ഞങ്ങളുടെ ഫാം ഞങ്ങൾക്കൊന്ന് കംപ്ലീറ്റ് ആക്കണം. അപ്പോൾ കുറച്ചായി ഞങ്ങൾ ആലോചിക്കുന്നു ഈ അഡോപ്ഷൻ്റെ കാര്യം. ഞങ്ങൾക്ക് രണ്ടാൾക്കും ഒരു മോളെ വേണമെന്ന. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങൾക്ക് വേണ്ടി പോയേക്കാം, വരും. ആടാ, എനിക്കറിയാം, അവൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് നല്ലൊരു കാര്യമാടാ. ഒരു കുട്ടിയും കൂടി വന്നു കഴിയുമ്പോൾ ഞങ്ങൾക്ക് മാത്രം പോരല്ലോ, നിങ്ങൾക്കും വേണ്ടേ? വേണടാ, അതൊക്കെ വേണം. ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിച്ച് കൊതി മാറിയിട്ടില്ല. കുറച്ച് നാളും കൂടി കഴിയട്ടെ, എന്നിട്ട് മതി. ഡാ, അങ്ങോട്ടൊന്ന് നോക്കിക്കേ. ചെക്കനെ കാണാൻ എന്നാലും കാലേ പെൺകുട്ടികൾ വരെ തോറ്റുപോകും. വളച്ചെടുത്താലോ? വേണ്ടാത്ത പണിക്ക് നിന്ന് വെറുതെ കിട്ടുന്ന വാങ്ങിച്ചു കൂട്ടണ്ട. ഡാ, നിനക്കറിയാലോ ഞാൻ സ്ട്രെയിറ്റ് ആണെന്നുള്ളത്. പക്ഷെ ഇവനെ കണ്ടു കഴിഞ്ഞാൽ എത്ര വലിയ സ്ട്രെയിറ്റ് ആണെങ്കിലും അവരെല്ലാവരും വീണു പോവും. ഒരു രാത്രിക്കെങ്കിലും ഒരു രാത്രിക്ക് ഒന്ന് ബുക്ക് ചെയ്യാടാ. എന്താടാ, നിനക്കൊക്കെ ഞാൻ ബുക്ക് ചെയ്ത് തന്നാൽ മതിയോ അവനെ? ചെയ്തുതരാൻ പറ്റുകയാണെങ്കിൽ ചെയ്തതായോ? അല്ല, താനാരാ? അവൻ്റെ ഫ്രണ്ടാണോ? അല്ലടാ, അതിലും കുറച്ചും കൂടി വലിയ ബന്ധം അവനുമായിട്ട് എനിക്ക്. അത് എൻ്റെ ഭർത്താവാ. ചേട്ടാ, അവനൊന്നും ചെയ്യരുത്. അവൻ അറിയാതെ. എൻ്റെ ചെക്കൻ ഇത്രയൊക്കെ പൊക്കി പറഞ്ഞ ഇവനെ സ്നേഹിക്കാതെ വിട്ടാൽ ഞാൻ പിന്നെ എന്തിനാണ് അവൻ്റെ ഭർത്താവാന്നും പറഞ്ഞ് നടക്കുന്നേ? നിനക്ക് സ്നേഹം വേണമെങ്കിൽ അങ്ങോട്ട് മാറി നിന്നോ. ഹേയ് ബണ്ണി, ബണ്ണി എന്തായി കാണിക്കുന്നത്? വീട് ബണ്ണി. നിനക്കറിയില്ല ആൽഫി, ഇവൻ എന്തൊക്കെയാ നിന്നെക്കുറിച്ച് പറഞ്ഞേന്ന്. ഐ എം റിയലി സോറി. ഞാനൊന്നും അറിയാതെ അങ്ങനെയൊക്കെ പറഞ്ഞത്. ഇനിയൊന്നും ഞാൻ പറയത്തില്ല. പ്ലീസ് എന്നെ അടിക്കരുതെന്ന് പറ. സാരില്ല ബണ്ണി, വെറുതെ വിട്ടേക്ക്. അവൻ ആവശ്യത്തിനാണ് നീ കൊടുത്തില്ലേ. വാ, നമുക്ക് പോവാം. ബണ്ണി പ്ലീസ് വാ. ഈ തവണത്തേക്ക് വെറുതെ വിടാ. ഡാ, വന്നെടുത്തോണ്ട് പോടാ അവനെ. ഇനി മേലെ എൻ്റെ കൺമുന്നിൽ കണ്ടാൽ കൊന്നുകളയും ഞാൻ. എന്താ വണ്ണി ഇത്? ഇപ്പം അവനെ കൊന്നേനല്ലോ. കൊന്നെന്ന് വരും. നിന്നെ പറ്റി ആരും അനാവശ്യം പറയുന്നത് എനിക്കിഷ്ടമല്ല. നിന്നെ വേറെ കണ്ണോടെ നോക്കുന്നത് പോലും എനിക്കിഷ്ടമല്ല. നീ എൻ്റെയാ, എൻ്റെ മാത്ര. അതെയല്ലോ, അല്ലാന്ന് ആരാ പറഞ്ഞേ? ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ എൻ്റെ ബണ്ണിയുടെ മാത്രമല്ലേ, പിന്നെന്താ? അപ്പയോ? എന്താ ബണ്ണിയത്? ആ കുട്ടി എന്തിനാ ബണ്ണീന്ന് അപ്പാന്ന് വിളിക്കുന്നത്? എനിക്കൊന്നും അറിയില്ല. ഞാൻ ഫസ്റ്റ് ടൈമായി കുട്ടീനെ കാണുന്നത് തന്നെ. എനിക്കറിയില്ല ഇതെന്താ സംഭവം എന്ന്. പിന്നെ ഒരു കൊച്ചു ചുമ്മാ അങ്ങ് വന്ന് നിങ്ങൾ അപ്പാന്ന് വിളിക്കുമോ? നിങ്ങൾ നൈസായി എന്നെ തേച്ചല്ലേ. എനിക്കിപ്പോൾ അറിയണം സത്യം, നിങ്ങൾ ഏത് കെട്ടിയുള്ളുണ്ടായ കൊച്ചത്? ഒന്നങ്ങ് തന്നാലുണ്ടല്ലോ. ആൽഫി, ചുമ്മാ കളിക്കാൻ നിൽക്കരുത്. എനിക്കൊന്നും അറിയത്തില്ല ഈ കൊച്ച് ഏതാണെന്നുള്ളത്. അങ്ങോട്ട് ചോദിച്ചു നോക്കുക ഏതാന്ന്. ആൽഫി, എനിക്കത്ര ചിരിയൊന്നും വരുന്നില്ല കേട്ടോ. ആവശ്യമില്ലാത്ത നേരത്തെ അവൻ്റെ ഓരോ തമാശ. നീ ആ കുട്ടിയുടെ അടുത്ത് കാര്യം എന്താണെന്ന് വെച്ചാൽ ചോദിക്കുക. ചിലപ്പോൾ ആ കുട്ടിക്ക് ആൾ മാറിപ്പോയതായിരിക്കും. ഞാൻ ചോദിക്കാം. എൻ്റെ ബണ്ണിങ്ങനെ ചൂടാവാതെ. എടാ വാവേ, നിനക്ക് ആള് മാറിയതാ. ഇത് നിന്റെ അപ്പയല്ല. ഇത് മോളുവിന്റെ അപ്പ തന്നെയാ. മോളുവിനറിയാലോ. എടാ വാവേ, ഞാൻ പറയട്ടെ? എന്താ പപ്പ ഇത്? പപ്പയ്ക്ക് മോളുവിന് ഓർമ്മയില്ലേ?
ഓഹോ, അപ്പൊ നിനക്കും അറിയാലോ ഈ കൊച്ചിനെ, എന്നിട്ടാണോടാ നീ? സീരിയസ്ലി എനിക്കറിയില്ല, ഞാൻ ഫസ്റ്റ് ടൈമാണ് ഈ കുട്ടീനെ കാണുന്നത്. ഓഹോ, കൂടെ ജീവിക്കുന്നതാണെങ്കിൽ ഇത്ര നാളായി എന്നിട്ടും അറിയത്തില്ലല്ലേ? ഈ ചോദ്യം ഞാൻ തിരിച്ചും ചോദിച്ചാൽ, ഇത്ര കാലമായില്ലേടാ ഞാൻ നിന്റെ കൂടെ ജീവിക്കാൻ തുടങ്ങിയിട്ട്, എന്നിട്ട് നിനക്കും എന്നെ അറിയത്തില്ല? ആദ്യം അടി നിർത്താം നമുക്ക്. ഈ കൊച്ചാർത്തിയാന്ന് ആദ്യം കണ്ടുപിടിക്കാം. അടി നമുക്ക് വീട്ടിൽ ചെന്നിട്ടാവാം. എന്താ അപ്പാ, എന്താ പപ്പ, നിങ്ങൾക്ക് രണ്ടാൾക്കും മോളൂട്ടീനെ മനസ്സിലായില്ലേ? എടാ വാവേ, അങ്ങനെയല്ല, മോൾക്ക് ആള് മാറിപ്പോയതാ, ഞങ്ങളല്ല. അല്ല അല്ല അല്ല, നിങ്ങള് തന്നെയാ എന്റെ അപ്പയും പപ്പയും. മോളൂട്ടിക്ക് നന്നായിട്ട് അറിയാം. അവള് പറയുന്നത് സത്യാടാ, നിങ്ങളുടെ മോള് തന്നെയാ അത്.